നമ്മൾ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലെ 38 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം CBSE തടഞ്ഞു വെച്ചതുമായുള്ള ഒരു വാർത്തയിലേക്ക് പോയിരുന്നു. അവിടെ രക്ഷിതാക്കളുടെ ആശങ്ക നമ്മൾ കേട്ടിരുന്നു. ഇപ്പോൾ ഷഫീഖ് നസറുള്ള നമുക്കൊപ്പം കാസർഗോഡ് നിന്ന് ചേരുകയാണ്. ഷഫീഖ്, ഇത് നേരത്തെ ഈ സംസ്കൃതം ഭാഷ തെരഞ്ഞെടുത്ത ആളുകൾക്ക് ഈ അവിടെ രജിസ്ട്രേഷൻ സമയത്ത് കോഡ് സ്കൂൾ കോഡ് രേഖപ്പെടുത്തിയില്ല. അതുകൊണ്ടാണല്ലോ അന്ന് അവസരം നഷ്ടപ്പെട്ടത്. പിന്നീട് അത് കോടതി ഇടപെട്ട പ്രശ്നത്തിന് പരിഹാരം വന്നതുമാണല്ലോ. അങ്ങനെ പരിഹാരം വന്ന ശേഷം പരീക്ഷ ചെയ്ത കുട്ടികളുടെ അവരുടെ റിസൾട്ട് എന്തിനാണ് ഇപ്പോൾ തടഞ്ഞു വെക്കുന്നത്? സംസ്കൃതം ഉപഭാഷയായി തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് ഇങ്ങനെ തടഞ്ഞു വെച്ചത്. അങ്ങനെ 38 വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഈ കുട്ടികളുടെ 9ാം ക്ലാസ് വർഷം അവസാനം തന്നെയാണ് ഈ രജിസ്ട്രേഷൻ നടപടികൾ നടത്തേണ്ടത്. അന്ന് സംഭവിച്ച ഒരു പിഴവാണ് ഈ കുട്ടികളുടെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്നതിലേക്ക് എത്തിയത്. അന്ന് തന്നെ ഈ ബാർകോഡ് അടിച്ചതിൽ തെറ്റ് സംഭവിച്ചു, ഇവരുടെ കോഡ് അടിച്ചതിൽ തെറ്റ് സംഭവിച്ചു എന്ന്, പിഴവ് സംഭവിച്ചു എന്ന് സ്കൂൾ അധികൃതർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് CBSE അധികൃതരുമായി ഇവർ ബന്ധപ്പെട്ടു. ബന്ധപ്പെട്ടപ്പോൾ അത് തിരുത്താനുള്ള അനുമതി നൽകിയില്ല. അങ്ങനെയാണ് അവർ കോടതിയെ, സ്കൂൾ അധികൃതർ ബന്ധപ്പെടുന്നത്. കോടതിയെ സമീപിച്ചതിന് ശേഷം കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പിഴ നൽകി ഈ കുട്ടികളുടെ കോഡ് തിരുത്തിയത്. തിരുത്തിയതിനു ശേഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യം CBSE അധികൃതർ നൽകി. അവർ ഈ പരീക്ഷ എഴുതാനുള്ള ഹോൾ ടിക്കറ്റ് അടക്കം കുട്ടികൾക്ക് അനുവദിച്ചു. ഇപ്പോൾ ഇന്നലെ പരീക്ഷ റിസൾട്ട് വന്നപ്പോഴാണ് ഈ കുട്ടികളുടെ 38 കുട്ടികളുടെ മാത്രം പരീക്ഷാഫലം തടഞ്ഞു വെച്ചിട്ടുണ്ട്. 3 ഡിവിഷനിലായി 100-ലധികം കുട്ടികളാണ് ഈ സ്കൂളിൽ CBSE പരീക്ഷ എഴുതിയിട്ടുള്ളത്. അതിൽ ഒരു ഡിവിഷൻ സംസ്കൃത ഉപഭാഷയായി എടുത്ത വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലമാണ് ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ സ്കൂൾ അധികൃതരുമായി രക്ഷിതാക്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ കോടതിയെ സമീപിച്ച് ഈ പരീക്ഷ എഴുതാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. കോടതി നിർദ്ദേശം മാനിക്കാതെയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് ഇങ്ങനെ പരീക്ഷാഫലം തടഞ്ഞു വെക്കുന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. ഇനി കോടതിയെ തന്നെ സമീപിച്ച് 2 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നം പരിഹരിക്കും എന്ന ഒരു ഉറപ്പ് സ്കൂൾ അധികൃതർ ഈ രക്ഷിതാക്കൾക്ക് നൽകുന്നുണ്ട്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരീക്ഷ റിസൾട്ട് അവരുടെ സഹപാഠികൾക്കൊക്കെ വന്നപ്പോഴും ഇവരുടെ കുട്ടികളുടെ റിസൾട്ട് വരാത്തതിൻ്റെ ഒരു മാനസിക പ്രയാസം ഈ 38 കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം, ഈ കുട്ടികളിൽ മാർക്ക് കുറഞ്ഞവർക്ക് അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ CBSE വിളിച്ചിട്ടുണ്ട്. അത് മിക്കവാറും റിസൾട്ട് വന്ന കുട്ടികൾ അവർക്ക് മാർക്ക് കുറഞ്ഞ വിഷയങ്ങളിലൊക്കെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടി അപേക്ഷ നൽകിക്കഴിഞ്ഞു. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റിസൾട്ട് വരാത്തത് കൊണ്ട് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരം ലഭ്യമായിട്ടില്ല. അതിന് അപേക്ഷിക്കേണ്ടതുണ്ട്, അതിന് പഠിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ ഒക്കെ ഈ റിസൾട്ട് ലഭിക്കാത്തത് കൊണ്ട് കുട്ടികൾക്ക് കഴിയുന്നില്ല. അതിൻ്റെ ഒരു മാനസിക പ്രയാസവും കുട്ടികൾ അനുഭവിക്കുന്നു. ഇന്നലെയും ഇന്നും അവധിയാണ്. ഇനി 2 ദിവസം കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കും എന്ന് പറയുമ്പോഴും തിങ്കളാഴ്ചയ്ക്ക് ശേഷം മാത്രമേ ഒരുപക്ഷെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ ഈ പരീക്ഷയ്ക്ക്, ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം വൈകുന്നു. അത് ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരം വിദ്യാർത്ഥികൾക്ക് കിട്ടാൻ വൈകുന്നു. അങ്ങനെ ഒരു പ്രയാസം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഒരു പ്രവണതയാണ്, ഒരു പ്രവൃത്തിയാണ് അവിടെ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം കോടതി ഇടപെട്ട് അതെല്ലാം തന്നെ സ്കൂൾ തന്നെ ഇതിന്റെ പിഴ ഒടുക്കിയ ശേഷമാണ് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പരീക്ഷ ചെയ്ത കുട്ടികളുടെ ഫലമാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. എന്താണ് അതിലൂടെ CBSE ബോർഡ് ഈ ഫലം തടഞ്ഞു വെച്ചതിലൂടെ കൊടുക്കുന്ന മെസ്സേജ് എന്ന് മനസ്സിലാകുന്നില്ല. കുട്ടികളുടെ മാനസിക സംഘർഷം അത് എങ്ങനെ കുറയ്ക്കാമെന്ന് ആലോചിക്കേണ്ട സമയത്ത് ഇങ്ങനെ തടഞ്ഞു വെക്കേണ്ട കാര്യം എന്ത് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും.